ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ ദിവസമായില്ലേ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടിട്ട്. അപ്പോൾ പനിയായിരുന്നു ഗായ്സ്. ഒന്നരാഴ്ചയോളം വീട്ടിലെല്ലാവരും പനി പിടിച്ച് കിടന്ന്. സ്റ്റിൽ ഇപ്പോഴും ഉമ്മാക്കും റെഡി ആയിട്ടില്ല. എനിക്കും മക്കൾക്കൊക്കെ ഏകദേശം റെഡിയായി. പിന്നെ ചുമ ഉണ്ട്. ചുമ മാറിക്കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീഡിയോ എടുക്കാത്തത്. അതുകൊണ്ട് മാത്രമല്ല നല്ല മടിയായിരുന്നു. മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് വേഗം പണി തീർക്കുക, എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടക്കുക എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ മടിയേനു കേട്ടോ. അപ്പം ഇന്നിപ്പോൾ ആ പനി മാറി അന്ന് മുതൽ ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട് പായസം കുടിക്കണമെന്ന്. പാൽപ്പായസത്തിനും സേമിയ പായസത്തിൻ്റെയും ഒരാളാണ് ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ എപ്പോഴും സേമിയ സ്റ്റോക്ക് ഉണ്ടാവും. ഇപ്പോൾ പാല് കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ചു സേമിയ പായസം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ ഒരു ഈവനിങ് വ്ളോഗ് പോലെ അതും ഇങ്ങനെ എടുക്കുക. കുറേ ആയില്ലേ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ മുമ്പിലേക്കൊക്കെ വന്നിട്ട്. അപ്പോൾ അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. എല്ലാവർക്കും പനിയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ എല്ലാവരും കുറച്ച് എരിവുള്ളതൊക്കെ കഴിക്കണം, നല്ല വായ നന്നാവുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒക്കെ കഴിക്കാൻ എല്ലാവരും കൂടുതൽ ഇഷ്ടപ്പെടുക. ഞാൻ നേരെ തിരിച്ചാണ്. എനിക്ക് എല്ലാ സാധനവും പോവും, പക്ഷെ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളോടൊക്കെ ആയിരിക്കും കൂടുതലും ഇഷ്ടം. പിന്നെ അതിനും ഇതാ നല്ല ഉറക്കമാണ്. അവനക്കും നല്ല ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉച്ചക്ക് ചോറൊക്കെ കൊടുത്ത് കുളിപ്പിച്ചിട്ട് ഉറക്കി കൊടുത്താൽ നല്ല ഉറക്കമാണ് കേട്ടോ. പിന്നെ അന്നുണ്ട് അകത്ത്. ഇന്ന് സ്കൂൾ ലീവായതുകൊണ്ട് അവനകത്ത് TV കാണുന്നുണ്ട്. അപ്പം നമുക്ക് അടുക്കളയ്ക്ക് കയറാം. ഞാൻ വീഡിയോ എടുക്കാൻ ഓണാക്കി എത്തുക. ഫുള്ള് വറക്കാത്ത സേമിയാണ്. അപ്പോൾ ഇത് മുഴുവൻ പൊട്ടിച്ചിട്ട് നമുക്ക് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് വറുത്തെടുക്കണം കേട്ടോ. വറുത്ത സേമിയ ഇവിടെ ഉണ്ടായിരുന്നു, അത് കുറച്ച് പഴകിയിരിക്കും. അപ്പോൾ അത് നമുക്ക് വേണ്ട വെച്ചിട്ട് ഇപ്പോൾ ഫ്രഷ് പോയി വാങ്ങിയിട്ട് വന്നതാണ്. എന്തൊക്കെ ചായ ഒന്നും വേണ്ടേ? എന്ത് സേമിയോ? സേമിയ വേണ്ട. പച്ചക്കറി അമ്മി പായസം ഉണ്ടാക്കി തരാം. എന്റെ കറി പോവോ? ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് വറുത്തിട്ട് ഇനി സ്കൂള് പഠിക്കാന്ന് പറഞ്ഞിട്ടല്ലേ ലീവ് എടുത്തത്? എന്നിട്ട് എന്തെങ്കിലും പഠിച്ചോന്ന് എന്നെ സഹായിക്കണ്ട. പഠിച്ചാ മതി. പഠിച്ചിട്ടില്ലല്ലോ, ഇന്നൊന്നും പഠിച്ചിട്ടില്ല. ഹോംവർക്ക് ഒന്നും ചെയ്തിട്ടില്ല. ഹോംവർക്ക് ചെയ്യണ്ടേ? അമ്മ ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് വേഗം ഹോംവർക്ക് ചെയ്യാം. പായസം ഉണ്ടാക്കാനോ കുടിക്കും. എനിക്കതിന് ഉണ്ടാക്കാൻ അറിയോ? ഗായ്സ് അന്നു കേട്ടോ പായസം ഉണ്ടാക്കുന്നത്. അന്നുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ചിലപ്പോൾ അയിനൂനെ കയറിയിട്ട് അന്നൂനെ വിളിക്കും, അന്നൂനെ കയറി അന്നൂനെ വിളിക്കും. ചിലപ്പോൾ അങ്ങനെ കേട്ടോ. ഒന്നും ഓനാട്ടോ പായസം ഉണ്ടാക്കുന്നത് അല്ലേ? മതി, അത്ര മതി. വറക്ക കഴിഞ്ഞൊക്കെ എന്താ കഴിഞ്ഞ് കിട്ടോ? ഞാന് ഇതെടുത്തിട്ട് തരാം, ചട്ടി എടുത്തിട്ട് തരാം. കളയല്ലേ, ആ നെൽക്കുള്ളൊക്കെ എടുത്ത് അങ്ങോട്ട് ഇത് പാത്രത്തിൽ കളയല്ലേ. ഇവിടെ ലേറ്റ് ഇല്ല അല്ലേ? അതന്നെയാണ് ഒരു വെളിച്ചപ്പോ. ഇപ്പോഴാണ് അന്നുവിനെ കണ്ടത് വീഡിയോയില്. വെളിച്ചം കുറവുണ്ടേ. പൊട്ടിക്ക് തന്നെ കാട്ടുന്നത് ചട്ടി ചൂടായി പോലെ. കുറച്ചേ ഒന്ന് വറക്കുന്നുള്ളൂ, ബാക്കി ഇവിടെ വെക്കാം. എല്ലാം വറുത്താല് പായസത്തിന് വയ്പ്പുണ്ടാകും. ഇനി കുടിക്കുവോ? പിന്നെ എന്തിനാ ഉണ്ടാക്കുന്നത്? കൈ കൊണ്ട കുറച്ച് കൊണ്ട് അതിലെടുത്ത് മൊത്തം വാങ്ങിയാൽ ചന്തിയാണ് വീഡിയോയില്.
അത് കളയല്ലേ, അത് അവിടെയൊക്കെ വീഴുക, എടുത്തത് അവിടെ വീഴുക. എന്ത് അതവിടെ പോകും. ഞാൻ പൊട്ടിക്കട്ടെ. നെലത്തൊക്കെ കളഞ്ഞു. എനിക്ക് അറിയാം ഇനി പൊട്ടിച്ച് എനിക്ക് പാനി ഉണ്ടാക്കി തരുന്നത്. നെലത്ത് ഇറക്കണ്ട, ഗ്രാമത്ത് മാത്രം പൊട്ടിക്കേ. ഞാൻ സ്റ്റൂളൊന്ന് തരുമോ? ഞാൻ അത് പാത്രം എടുക്കട്ടെ പൈസ ഉണ്ടാക്കാൻ. ഇതാ നമ്മളെ അന്നു ഇവിടെ ഇത് പൊട്ടിച്ചിട്ട് എനിക്ക് പണി ഉണ്ടാക്കി തരുന്നുണ്ട്. പിന്നെ അതാ മേലെ ആട്ടോ നമ്മളെ പാത്രം ഉള്ളത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രമേ അത് എടുക്കലുള്ളൂ. പായസം ഉണ്ടാക്കാൻ, ബിരിയാണി ഉണ്ടാക്കാനൊക്കെ. അപ്പൊ അതൊന്നും ഞാൻ എടുക്കട്ടെ. പിന്നെ എടുത്തോ ഇന്ന്? കുറച്ച് മതി, കുറെ ആയാൽ ഭയങ്കര മുയിപ്പേക്കും. നമുക്ക് കുറച്ച് പൈസ എല്ലാം ഉണ്ടാക്കണ്ടുള്ളൂ. കൊറേ ഉണ്ടാക്കിട്ട് ഇനി കുടിക്കുവോ? ഞാൻ തന്നെയല്ലേ കുടിക്കുള്ളൂ. ഇത് കസാര തരുമോ? ഞങ്ങളെ ബാർ ചെയർ ആട്ടോ, ബാർ ചെയർ. ഞങ്ങളെ സ്ലാബിന് ഭയങ്കര ഹൈറ്റാണ്. ആവി പിടിക്കുന്ന സാധനം കേട്ടോ അത്. ഉമ്മ എനിക്കിപ്പം ആവി പിടിച്ചിട്ട് പോയിട്ടുള്ളൂ. ഇതാ ഞാൻ ഇത് വെക്കാൻ വേണ്ടിയിട്ട്, ഫോൺ വെക്കാൻ വേണ്ടി ഇങ്ങോട്ട് എടുത്ത് വെച്ചതായത്. ഇത് നമ്മളെ കടയിലത്തെ ബാർ ചെയർ ആയിരുന്നു. അപ്പം അതിൻ്റെ കാല് ലേശം മുറിച്ചിട്ട് ഞങ്ങളെ സ്ലാബിന് കണക്കാക്കിയതാണ്. സാധാ സ്റ്റൂളൊന്നും ഞങ്ങൾക്ക് ഇവിടെ പാകാവില്ല, മേലെ ഹൈറ്റ് കിട്ടില്ല. ഇതാകുമ്പോൾ കറക്റ്റ് ഹൈറ്റാണ്. ഞാനതൊന്ന് എടുക്കട്ടെ. പിന്നെ പായസം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വ്ളോഗിൽ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചു തരാത്തത്. ഇതിപ്പോൾ ഞാനിങ്ങനെ പായസം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടല്ല, ഒരു ഈവനിങ് വ്ളോഗായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും വേണ്ടാലോ, ചെയ്താൽ തന്നെ പിന്നെയും ചെയ്യണ്ടല്ലോ. മുന്നേ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അങ്ങനെ ഇടാണ്ട് ഇപ്പം ഞാനിതവിടെ ആക്കിയും കൊണ്ട് നിൽക്കുകയാണ്. വീഡിയോ ഓണാക്കി എല്ലാരും കാണുന്നു. ഹലോ, പായസം കൊടുത്തരട്ടെ? എനിക്ക് എന്താ വൈകുന്നേരം ആയപ്പോ പള്ളേ കയറിയ അമ്മിക്കുട്ടിയോ? ക്രീം തന്നെ എടുത്തിട്ട് വരട്ടെ? പിന്നെ എന്തിനാ ക്രീം തന്നെ വാങ്ങണം എന്ന് പറഞ്ഞേ? ഫോണ് കിട്ടിയ പോലെ ഫോണും എങ്ങനെ ഫോണ് കണ്ട് കുടിക്കണ്ട കേട്ടോ. മാറ്റാണോ? എടുക്കാം. എങ്ങോട്ടാ? എനിക്ക് പാച്ച വേണോ? ഇനി കുച്ചല്ലേ? ഇനി പാച്ച വേണോ? ഉവില്ലാത്ത പാച്ചം കുറച്ച് എടുക്കാന്ന് പറ്റൂല. ഞാൻ പാച്ച കുച്ചല്ലേ, അപ്പൊ ഇങ്ങനെ എടുക്കുക. അറ്റ അയ്യേ
ഇതാണോ ഞാനിത് അന്നൂനെ പഠിപ്പിക്കാൻ വേണ്ടി ഇരുന്നതാ കേട്ടോ. അപ്പൊ ഓനിത് അവിടെ ഷേപ്പ് ഒക്കെ വരച്ചിട്ട് അത് പറഞ്ഞു ചെയ്ത്. അതേതാ ഇതേതാ സർക്കിൾ, ഇതോ സ്ക്വയർ, ഇതോ റെക്ടാങ്കിൾ, ഇതോ സെമി സർക്കിൾ, ഇതോ ട്രയാങ്കിൾ, ഇതോ ഓവൽ. വമ്പൻ. സ്പെല്ലിങ് പറഞ്ഞു ചെയ്ത് കേട്ടോ. പറഞ്ഞു ചെയ്ത്. അത് വണ്ണല്ല, 6 കഴിഞ്ഞാല് സി അല്ലേ, അത് എല്ലല്ലേ, സർക്കിൾ എന്നല്ലേ, CIR. ഇനി സി എഴുതിയിട്ടാണ് എൽ എഴുതുക. അത് മായ്ക്ക്, എന്നിട്ട് അവിടെ സി എഴുത്. ഇതാടാ സി, 6 കഴിഞ്ഞിട്ട് സി കണ്ടില്ലേ, അത് മായി. റബ്ബറിന്റെ അടുത്തല്ല ഉണ്ടേനെ. ഇവിടെ ഒരാളത് അവിടെ വിളിച്ചിക്കുന്നു. ആരാതെ അയിനോ 1 പറ. അതിനോ അടി ഉണ്ടാക്കല്ലേ, ഉമ്മ കിത്തോളാം. 1 2 10 വരെ ഞാൻ പറഞ്ഞു കൊടുത്ത എന്റെ കൂടെ പറയട്ടെ. ഇപ്പൊ ഓന്റെ ബുക്കും സ്ലേറ്റും പെൻസിലും ഒക്കെ നോട്ടിട്ട് നിക്കുക. അതുകൊണ്ടാണ് കശാരൊക്കെ ഇരുന്നോട്ടെ. എഴുതിയോ? സർക്കിൾ എഴുതി. ഇനി അടുത്തത് ഏതാ? അതേതാ? സ്ക്വയറിന്റെ സ്പെല്ലിംഗ് ഇവിടെ എഴുത്, കള്ളിയിൽ എഴുത്. പറഞ്ഞു ചെയ്താണ് കേട്ടോ. കസാരയോ ഇക്കാക്ക എഴുതല്ലേ, എഴുതിയിട്ട് തന്നാ മതിയോ? ഓക്കെ. കുഞ്ഞിന് ബുക്ക് എടുത്തിട്ട് വാ. കുഞ്ഞിന് ബുക്ക് എവിടെ? വായിക്ക്. അവിടെ ഇരിക്കി, അവിടെ ഇരിക്കി, അവിടെ ഇരിക്കി, അവിടെ സിറ്റോൺ. ഇതോ അവിടെ ചാരിപ്പോയിരുന്നു. എന്നിട്ട് വായിക്ക്. അയച്ച ടോപ്പ്. എന്താണ്? COT ബെഡോ? അതെന്ത് സംഭവാ? ബെഡല്ലത്, കോട്ട്. ബെഡ് എന്ന് പറയുന്ന കടക്കയാ കേട്ടോ. അത് നല്ലൊരു ഐഡിയ. 2 വായി കഴിച്ചിട്ട് അത് കഴിച്ചോളി. നോനോ മൂക്ക് എടുക്കുന്ന തുണിയോടെ എവിടെ? അപ്പു തിന്നല്ലേ, തിന്നല്ലേ, തിന്നല്ലേ. ഹായ് കുട്ടി ടൗസർ. വേഗം പിന്നെ കഴിഞ്ഞോ? ഇനി വെള്ളമല്ല, അതാ കുപ്പിയിൽ വെള്ളം. അപ്പോൾ ഗൈസ്, ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടുത്തെ ക്ലീനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ റൂമിലേക്ക് കിടക്കാൻ വേണ്ടി വന്നേ കേട്ടോ. സമയം ഒരു 10:30 മണി ആയിട്ടുണ്ട്. എപ്പോഴും നമ്മൾ കിടക്കുമ്പോൾ ഏകദേശം 10:30 11 മണി ആ ഒരു സമയമാവും. എങ്ങനെ നേരത്തെ കിടക്കണം എന്ന് വിചാരിച്ചാലും വെറുതെ ഇരുന്ന് നേരം കളയും, ഒരു കാര്യമില്ലാണ്ട് നേരം കളയും. അത് പഠിപ്പിക്കലും കഴിഞ്ഞ് കടിയൊക്കെ ഉണ്ടാക്കി കിടക്കുമ്പോൾ ചിലപ്പോൾ ഏകദേശം 10:30 മോൻ ഉറങ്ങുമ്പോഴത്തേനും 11 കണക്കാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചെറിയൊരു നോർമൽ ഒരു വീഡിയോ ആയിരുന്നു. അങ്ങനെ സ്പെഷ്യൽ കണ്ടന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നോർമലായിട്ടുള്ള എൻ്റെ ഒരു ഈവനിങ് ഉള്ള ഒരു ടൈം അത് നടക്കുന്ന സാധാരണ കാര്യങ്ങളായിട്ട് ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ഞാനങ്ങനെ കാര്യമായിട്ട് ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതവിടെ തന്നെ ഞാൻ ഫോണ് ചാർജിലിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ മൂപ്പര്
വേഗം വന്ന് പോണാന്ന് പറഞ്ഞ് എടുത്ത് വലിയ ആളെ പോലെ വന്നിരുന്നിട്ട് ഫോണ് കളിക്കാൻ നോക്കുക. ഒന്നും തോണ്ടാനൊന്നും അറിയൊന്നുമില്ല, എന്നാലും വെറുതെ കാലൊക്കെ പൊന്തിച്ച് വെച്ച് വിരലും കൊണ്ട് ഇങ്ങനെ തോണ്ടും. ആരെ പോണേ അത്? എന്തിനാ എന്റെ കാക്കാന്റെ ഫോണെടുത്തേ? എന്തിനാ എടുത്തേ? എന്നിട്ട് വലിയ മൂപ്പനായിട്ട് കിടക്കും നോക്കും, ഒന്നും അറിയാത്ത പോലെ. അവന് അത് കുത്തിയിട്ട് കഴിഞ്ഞാൽ അപ്പോൾ അവന് ആവശ്യമാണ്. എൻ്റെ ഫോൺ അവൻ എന്താക്കും, ചാർജർ അടക്കം എടുത്തിട്ട് വലിച്ചങ്ങ് താഴെയിട്ട് ചാർജർ അടക്കം എടുത്തിട്ട് പോകും. അങ്ങനത്തെ ഒക്കെ കളിയാണ്. ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡ് മാറ്റിയിട്ട് ഒരാഴ്ച 2 ആഴ്ച ആകുമ്പോഴത്തേനും പിന്നെ സ്ക്രീൻ ഗാർഡ് പൊട്ടി. കാരണം ഫോൺ കയ്യിൽ കിട്ടിയാൽ എങ്ങനെയാന്ന് വെച്ചാൽ ഇതിങ്ങ് പിടിക്കും, ഒന്നിങ്ങനെ നോക്കും, ചിലപ്പോൾ നിന്ന് തോണ്ടൊക്കെ ചെയ്യും. എനിക്ക് വേണ്ടാന്നാണ് തോന്നുന്ന ആ ഒരു സമയമാണെന്നുണ്ട്, വേണ്ടാന്ന് തോന്നുന്നൊരു സമയമാണെന്നുണ്ടെങ്കിൽ എടുക്കുക, എറിയുക. ബോൾ എറിയുമ്പോൾ എറിയുമ്പോൾ ഫോൺ പിന്നെ പൊട്ടുമില്ല അതൊന്നും എനിക്കറിയില്ലല്ലോ. എടുക്കുക, എറിയുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൈസ് എങ്ങോട്ടാ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആയിരുന്നു, ഞാൻ പറഞ്ഞല്ലോ, ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതുവരെയായിട്ടുള്ള വീണ്ടും വീഡിയോസ് ആയിട്ട് ഞാൻ ഇനി വരാം. അപ്പോൾ കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ കാരണം ഞാൻ മുന്നേ പറഞ്ഞ പോലെ കുറച്ച് മടിയും കാര്യങ്ങളും കാരണമൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് നിന്നതാണ്. ഇനി അങ്ങോട്ടേക്ക് സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ ശ്രദ്ധിക്കാം. അപ്പം വീഡിയോ നിങ്ങളെ ലാഗ് അടുപ്പിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ, ബൈ ബൈ.